വി ഡി സതീശൻ ഇതാ ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളിതാ കടന്നു വരികയാണ്. നല്ലൊരു സുദിനം, മംഗള സുദിനം. ഇന്നൊരു സുദിനം, നല്ലൊരു സുദിനം, മംഗള സുദിനം. അണിചേരുന്നു പറവൂർദേശം നാടിൻ മുഖ്യന് വരവേറ്റിടാൻ. അണിചേരുന്നു പറവൂർദേശം നാടിൻ മുഖ്യന് വരവേറ്റിടാൻ. വന്നണയുന്നു ജനഹൃദയങ്ങൾ നമ്മുടെ വീടിയെ. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശന് പറവൂർ പൗരാവലിയുടെ സ്വീകരണത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നം ആശംസിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സമൂഹം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൃഷ്ണശ്രീ എന്നിനെ സ്വാഗതഗാനത്തിനായി ക്ഷണിക്കുന്നു. ഹലോ ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേ ഹൃദയരാഗതന്ത്രിമീട്ടി. ശ്രീ കൃഷ്ണശ്രീ, ഈ പരിപാടിയുടെ സ്വാഗതം പറയുന്നതിനായി പറവൂർ നഗരസഭാ അധ്യക്ഷനും സ്വീകരണ പരിപാടിയുടെ കൺവീനറുമായ ശ്രീ രമേഷ് ടി കുറുപ്പിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ, സുഖമില്ലെങ്കിലും ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മളൊപ്പം നിന്ന ശ്രീ കെ പി ധനപാലൻ ex-MP, നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിലിരിക്കുന്നത്. നമ്മളെല്ലാവരും സ്വപ്നം കണ്ടിരുന്ന ഒരു സ്വപ്നം അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്തെല്ലാം പ്രതീക്ഷകളും അതിനപ്പുറത്തേക്കും കടന്നുകൊണ്ട് ദൈവം നമ്മുടെ വിളി കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. പറവൂരിൻ്റെ ഒരു മഹാഭാഗ്യം ഇന്ന് കേരളത്തിൻ്റെ സ്വന്തമായിരിക്കുകയാണ്. ഞാൻ അധികം സംസാരിച്ച് ഈ വേദിയെ നീട്ടുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ എല്ലാം ഏകദാന നിമിഷങ്ങളൊക്കെ എത്തും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ KP ധനപാലൻ ex-MP ആണ്. അദ്ദേഹം ഇത്രയും ദിവസം തന്നെ ഞാൻ എന്നൊരു ദിവസം മുടങ്ങാതെ കാലത്തും വൈകുന്നേരം വിളിച്ചുകൊണ്ട് ഓരോ ഇതിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള പുരോഗതിയെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ശ്രീ KP ധനപാലൻ ചേട്ടനെ ഈ സംഘാടക സമിതിയുടെ ചെയർമാനാണ്. ഞാൻ അദ്ദേഹത്തെ ഈ പറവൂർ പൗരാവലിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ 3000-ലധികം മലയാള ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ച 30ഓളം സിനിമകൾക്ക് സംവിധാനം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നമ്മുടെ മോഹൻലാൽ ഇവിടെ എത്തിയിട്ടില്ല, തൂവാനത്തുമ്പികളുടെ ആ ഗാനം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ നിരവധി ഗാനങ്ങൾ, നിരവധി പുരസ്കാരങ്ങൾ നേടി. അദ്ദേഹം പാടിക്കേൾക്കുന്ന പാട്ടുകളെല്ലാം നമുക്ക് ഇന്നും ഹൃദയസ്ഥമാണ്. കേരള ചലച്ചിത്ര പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരം നൽകിയ ശ്രീകുമാരൻ തമ്പി സാറിനെ ഈ പറവൂർ പൗരാവലിയുടെ പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ ഈ പറവൂരിൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പുരസ്കാരം നൽകുവാൻ ഇവിടെ എത്തിച്ചേരാൻ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അദ്ദേഹം വന്നിട്ട് പറയാൻ നമുക്ക് സമയമില്ല. നമുക്കതിനുവേണ്ടി കാത്തു നിൽക്കാതെ തന്നെ ഞാൻ അദ്ദേഹത്തെ നമ്മുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തി 340ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. ദാദാസാഹിബ് ഭരത് അവാർഡ് നേടിയ പത്മശ്രീ മോഹൻലാലിനെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ പറവൂർ പൗരാലിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ഇനി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ശ്രീ ഹൈബീഡനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഈ സംഘാടക സമിതിയുടെ ഒരു അംഗം തന്നെയാണ് അദ്ദേഹം, രക്ഷാധികാരിയാണ്. അദ്ദേഹം ആണ് നമ്മൾ ഈ പരിപാടി ചെയ്യാൻ പറ്റപ്പോൾ ആരെ വേണം, ശ്രീകുമാരൻ സാറുണ്ട്, തമ്പി സാറിനെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ നിർദ്ദേശിച്ച അദ്ദേഹമാണ്. അതിനുശേഷം നമ്മുടെ പുരസ്കാരം നൽകാൻ, ഈ പുരസ്കാരം പറവൂർ പൗരാവലി പുരസ്കാരം നൽകാൻ ആരെ വേണം എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ എത്തിച്ചു തന്ന ഭരത് മോഹൻലാലിനെ നമുക്ക് വേണ്ടി ക്ഷണിച്ച് ഇവിടെ എത്തിച്ചു തന്ന അദ്ദേഹത്തെ, നമ്മുടെ സ്വന്തം MP ശ്രീ ഹൈബീഡിനെ ഏവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യും. അടുത്തത് പുഞ്ചിരിക്കുന്ന മുഖമായി ഇടയൻ്റെ ഹൃദയമായി നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അംബ്രോസ് പിതാവിനെ ഞാൻ ഈ പൗരാലിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അംബ്രോസ് പിതാവ് അദ്ദേഹം 3 മണിക്ക് ഇങ്ങോട്ട് വിളിച്ച് തന്നെ ഇവിടെ വന്ന് കാത്തു നിന്നിട്ടാണ് ഇവിടെ എത്തി. ഞാൻ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ നെടുതൂണായി ഇന്ന് എറണാകുളം ജില്ലയെ എല്ലാ MLA-മാരെയും സ്വന്തമാക്കിയ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മുഹമ്മദ് ഷിയാസ് MLA, നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
പിന്നെ അടുത്ത് നമ്മുടെ ശ്രീ എസ് ശർമ്മ, അദ്ദേഹം നമ്മുടെ സംഘാടക സമിതിയുടെ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തെ പറ്റി നമുക്ക് ഒന്നും പറയാനില്ല, കാരണം ഞാൻ ഒരു വാക്കേ അദ്ദേഹത്തെ വിളിച്ചുള്ളൂ. ഇന്ന് അദ്ദേഹത്തിന് ചേലക്കരയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ട് അത് മാറ്റി വച്ചിട്ടാണ് നമ്മുടെ ഒറ്റ വിളിക്ക് അദ്ദേഹം. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് സഹധർമ്മിണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായിട്ടും സഖാവ് വരും എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ ആദൃശ്യമായി കണ്ടപ്പോഴും പറഞ്ഞു, സതീശൻ്റെ പരിപാടിയല്ലേ, ഞാൻ വരാതിരിക്കില്ല, നമ്മുടെ പറവൂരിൻ്റെ അംഗീകാരമാണ്, ഞാൻ വരാതിരിക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ശ്രീ എസ് ശർമ്മ മുൻ മന്ത്രിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ആൾക്കാരാണ്. ഞാൻ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും, ഈ സംഘാടക സമിതിപ്പെട്ടവരെ തന്നെയാണ്, എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സിന്ധു നാരായണൻകുട്ടി നമ്മുടെ ബി ജെ പിയുടെ പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. ഞാൻ ഇതേപോലെ തന്നെയാണ്, വിളിച്ചപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം എത്തിച്ചേർന്നാണ് ശ്രീ സിന്ധു നാരായണൻകുട്ടിയെ ഞാൻ ഈ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം. പിന്നെ പറയേണ്ടത് നമ്മുടെ എൻ്റെ മുന്നിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുണ്ട്, അതേപോലെ തന്നെ നിരവധി സാമുദായിക സംഘടനകളെ നേതാക്കളുണ്ട്, നമ്മുടെ സമൂഹ സ്കൂളിൻ്റെ ഭാരവാഹികളെ ശേഖരൊക്കെ നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. ഈ സ്കൂൾ നമുക്ക് വിട്ടുന്ന അദ്ദേഹം വരെ ഈ സദസ്സിലിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ പോയിരിക്കുകയാണ്. നമ്മുടെ സ്കൂൾ മാനേജർ ഇവിടെ ഇരിപ്പുണ്ട്, ഗണേശ് വേദിയിലിരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പറവൂരിൻ്റെ സ്വന്തം, ഇന്നലെ മിനിങ്ങാന്നുമൊക്കെ ഞങ്ങളെ വിളിച്ച് ഇങ്ങോട്ട് എൻ്റെ മുഖ്യമന്ത്രിയെ, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞ ആവശ്യത്തോടെ എത്തിയ നിങ്ങളേവരെയും ഈ പൗരാവലിയെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്ന വാക്കുകൾ പ്രസ്താവിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി രമേശ് ചേട്ടാ. ചടങ്ങിൻ്റെ അധ്യക്ഷനായി മുൻ ചാലക്കുടി MP-യും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശ്രീ KP ധനപാലൻ സാറിനെ ക്ഷണിക്കുന്നു. ഹലോ, മറിക്കൂ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്നലെ ഈ സമയത്ത് കോരിച്ചെരിയുന്ന മഴയായിരുന്നു. ഇന്ന് ഈ പരിപാടി നടക്കുമ്പോൾ ഇത് വളരെ ശാന്തമായി എല്ലാവർക്കും കേൾക്കാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനുമുള്ള അവസരം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. പറവൂരിൻ്റെ വീരപുത്രൻ ശ്രീ VD സതീശൻ ഇന്ന് പറവൂരിൻ്റെ മാത്രമല്ല, ലോകത്തെവിടെയെല്ലാം മലയാളികളുണ്ടല്ലോ, അവരെല്ലാം ആവേശത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന് ആശംസകൾ നേരുന്ന ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകുമാരൻ തമ്പിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ശ്രീ മോഹൻലാൽ ഇതാ ഇവിടെ എത്തിച്ചേരും. ഈ വേദിയിലുള്ള എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇവരെല്ലാം നമ്മുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത്. നന്ദി ശ്രീ KP ധനപാലൻ സാർ. നമ്മുടെ ഈ മനോഹരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രശസ്ത ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ ശ്രീകുമാരൻ തമ്പി സാറിനെ ക്ഷണിച്ചോളും. ശ്രീകുമാരൻ തമ്പി. വിശേഷണങ്ങൾ കൂടുതലുള്ളവർക്ക് നമ്മൾ പ്രയോഗിക്കുന്ന ബഹുമുഖ പ്രതിഭ എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ അർത്ഥപൂർണമാക്കുന്ന വ്യക്തി. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ എന്ന മധുര മനോഹര ഗാനത്തിൽ ഒളിപ്പിച്ചു വെച്ച് പ്രണയഗൃഹാതുരതയിൽ നിന്ന് ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു എന്ന വിരഹത്തിന്റെ നോവോർമ്മകളിലേക്ക് പൂത്തു തുടങ്ങിയ പ്രണയമേഘം നിറഞ്ഞ മോഹങ്ങളുടെ പെയ്ത്തുകാലത്തിലേക്ക് നെഞ്ചേറ്റിയതും ഈ മഹാനുഭാവനാണ്. 1000ഓളം ഗാനങ്ങൾ എഴുതിയ പ്രണയത്തിന്റെയും കരുണയുടെയും കരുതലിന്റെയും നിഴലോർമ്മകൾക്ക് ഉറവപറ്റാത്ത വാക്പ്രയോഗങ്ങളിലൂടെ ജീവനേകിയ സംഗീത സംവിധായകനും കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് പറവൂരിന്റെ മണ്ണിലേക്ക്, കേരള മുഖ്യന്റെ നാട്ടിലേക്ക് സ്വാഗതം.
ദയവേത് എല്ലാവരും നിശബ്ദരായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അഭിവന്ദ്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, ലോകോത്തര നടനും നമ്മുടെ അഭിമാനവുമായ ശ്രീ മോഹൻലാൽ, വേദിയിലിരിക്കുന്ന പ്രഗത്ഭമതികൾ സലിംകുമാർ, ഹൈബി ഈഡൻ, റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, ശ്രീ മുഹമ്മദ് ഷിയാസ് MLA, ശ്രീ S. ശർമ്മ, ശ്രീ KM ദിനകരൻ, ശ്രീമതി സിന്ധു നാരായണൻകുട്ടി, സ്വാഗത പ്രഭാഷണം നടത്തിയ ശ്രീ രമേശ് D. കുറുപ്പ്, നന്ദി പ്രകടനം നടത്താനിരിക്കുന്ന ശ്രീ MS. റിജി, എൻ്റെ മുമ്പിലിരിക്കുന്ന സുമനസ്സുകളെ എല്ലാവർക്കും എൻ്റെ അഭിവാദനം. വി ഡി സതീശൻ എന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ഒരത്ഭുതമാണ്. മന്ത്രിയാകുന്നതിന് മുമ്പ്, മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇത്രയധികം ജനപ്രീതി നേടിയ മറ്റൊരാളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ആ ജനപ്രീതി അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ഉണ്ടായതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ 4 വഴികൾ കടന്നു പോകണം. 1 ശ്രദ്ധ, 2 യജ്ഞം, 3 ഉപാസന, 4 നമ്മൾ എത്തിച്ചേരുന്ന ജ്ഞാനാധികാരം എന്ന പരമമായ പദവി. ആദ്യം വേണ്ടത് ശ്രദ്ധയാണ്. എന്താണ് തൻ്റെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിൽ ശ്രദ്ധ വയ്ക്കുക. രണ്ടാമതായി യജ്ഞമാണ്. ആഗ്രഹിച്ചാൽ മാത്രം ഒന്നും നേടാൻ സാധ്യമല്ല. നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ആ യജ്ഞം നിസ്സാരമല്ല. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വരും. എന്നാലും ഒട്ടും പതറാതെ തൻ്റെ ലക്ഷ്യത്തിൽ മുന്നേറാനായിട്ട് യത്നിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ഉപാസന, നമ്മുടെ ലക്ഷ്യത്തെ ഉപാസിക്കുക. അവിടെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ജ്ഞാനാധികാരം എന്ന പദവിയിലെത്തും. അത് ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ നേടുന്ന അധികാരം. ഞാനീ പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ മനസ്സിലുള്ളത് മോഹൻലാൽ തന്നെയാണ്. ശ്രദ്ധയും യജ്ഞവും ഉപാസനയും കൊണ്ടാണ് അത് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഇന്നും ഇത്രയും തിരക്കിലും രാവിലെ 6 മണിക്ക് ഒരു ഷോട്ട് എടുക്കണം എന്ന് ലാലിനോട് പറഞ്ഞാൽ കൃത്യമായി അദ്ദേഹം 6 മണിക്ക് ലൊക്കേഷൻ എത്തിയിരിക്കും. അവിടെ അദ്ദേഹത്തിന് പ്രശസ്തിയോ സമയക്കുറവോ ഒന്നും പ്രശ്നമാവുകയില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ തൻ്റെ കർമ്മപഥത്തിൽ യാതൊരു പതർച്ചയുമില്ലാതെ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി ഡി സതീശൻ. എനിക്ക് ഒരു അനുഭവമുണ്ട്. ഇവിടെ നിങ്ങൾ എൻ്റെ ഗാനരചനയെക്കുറിച്ച് പറഞ്ഞു, സംവിധാനത്തെക്കുറിച്ച്. ഞാൻ സ്വന്തമായിട്ട് 26 സിനിമകൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവാണ്. ഈ 26 സിനിമകളിൽ പകുതിയിലധികം പരാജയങ്ങളായിരുന്നു, സാമ്പത്തിക പരാജയങ്ങളായിരുന്നു. ഓരോ ചിത്രവും പരാജയപ്പെടുമ്പോൾ പതർച്ച ഉണ്ടാവും. പക്ഷേ അവിടെ തലകുനിക്കാതെ മുന്നോട്ട് പോവുകയും എതിർപ്പുകളിലൂടെ മുന്നോട്ട് പോവുകയും ഇപ്പോഴും സാമാന്യം ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു ഈ പ്രായത്തിൽ. അതിന് കാരണം ഞാൻ വായിച്ച ഒരു അനുഭവ കഥയാണ്. ഇന്ത്യയിലെ പ്രശസ്ത തത്വജ്ഞാനിയും രാഷ്ട്രീയ നേതാവായിരുന്ന ഡോക്ടർ KM മുനിഷി ഭാരത വിദ്യാഭവൻ സ്ഥാപിച്ച ആളാണ്. KM മുനിഷിയുടെ ഒരു ചെറിയ മാസിക ഈ ഭാരത വിദ്യാഭവൻ ഇറക്കുന്നുണ്ട്. ഭവൻസ് ജേർണൽ എന്നാണ് എൻ്റെ പേര്. അതിൽ വന്ന ഒരു അനുഭവ കഥയാണ്.
ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ പകർത്താവുന്ന കഥയാണ്. ഒരു തീവണ്ടിയിൽ ഒരാൾ യാത്ര ചെയ്യുന്നു. അയാൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ് എല്ലാം തകർന്നു. പണമില്ലാതെയായി, ദുഃഖിതനായി, നാട്ടിൽ നിൽക്കാൻ കഴിയാതെയായി. അങ്ങനെ എവിടേക്ക് പോകണമെന്നറിയാതെ നാട് വിടുകയാണ്. അത് അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹം കരയുന്നു, എങ്ങടിച്ച് കരയുന്നു, പഴയ കാര്യങ്ങൾ ഓർക്കുന്നു, എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ തൊട്ട് എതിരിൽ വേറൊരു യാത്രക്കാരൻ ഈ ഇദ്ദേഹത്തിൻ്റെ വൈകാരിക ഭാവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ആ നിസ്സംഗനായിട്ടിരിക്കുന്ന അദ്ദേഹം നമ്മുടെ കഥാപാത്രത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ തകർന്നവനാണ്. എൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ബിസിനസ് തകർന്നുപോയി. നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ നാട് വിടുകയാണ്. എന്നിട്ട് അദ്ദേഹം ഈ എതിർഭാഗത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, താങ്കൾ ഭാഗ്യവാനാണ് അല്ലേ? താങ്കൾ ജീവിതത്തിൽ വിജയിച്ച ആളാണ്. താങ്കളുടെ ചിരി കണ്ടാൽ അറിയാം. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, അല്ല, ഞാൻ നിങ്ങളെക്കാൾ തകർന്നവനാണ്. നിങ്ങൾക്ക് വ്യവസായം നഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ വ്യവസായം നഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യ പോലും എന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അയ്യോ, അത്ഭുതമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ഇങ്ങനെ നിസ്സംഗനായിട്ട് സന്തോഷവാനായിട്ട് ഇരിക്കാൻ കഴിയുന്നു? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഉപദേശം തരാം. തകർച്ചയിൽ ഒരിക്കലും ദുഃഖിക്കരുത്. ഏത് തകർച്ചയെയും സമചിത്തതയോടെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ്? അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, സഹയാത്രികൻ പറഞ്ഞു, ജമ്പ് അറ്റ് ദ കറക്റ്റ് ടൈം, വി ക്യാൻ ക്യാച്ച് ഇറ്റ്. കൃത്യസമയത്ത് ചാടിയാൽ മുകളിലുള്ളതിൽ പിടിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ കൃത്യസമയത്ത് എങ്ങനെ തിരിച്ചറിയുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, കീപ്പ് ഓൺ ജമ്പിങ്, കീപ്പ് ഓൺ ജമ്പിങ്. ചാടിക്കൊണ്ടേയിരിക്കുക, ഒരിക്കൽ പിടിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്, കീപ്പ് ഓൺ ജമ്പിങ്. കാരണം കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളിന് ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ നന്മ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ആളിനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അവർ വോട്ട് കൊടുത്താണ് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത്. ഒരു ഭരണാധികാരിയെ സൃഷ്ടിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്താണ്. അനേകം ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചാണ്. അങ്ങനെയാണ് നേതാവ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ നേതാവ് ഭരണാധികാരി കഴിഞ്ഞാൽ അദ്ദേഹം രാജാവും തനിക്ക് വോട്ട് ചെയ്തവരെല്ലാം പ്രജകളുമാണെന്ന് വിചാരിച്ചാൽ അവിടെ ജനാധിപത്യം പരാജയപ്പെടും. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അങ്ങനെ ഒരാളല്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ ഞാൻ വന്നത്. ഞാൻ രാജാവാണ്, ഞാൻ കേരളത്തിലെ രാജാവാണ്, ബാക്കി എല്ലാവരും എൻ്റെ പ്രജകൾ എന്ന് വിചാരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയായാൽ നമുക്ക് വളരെയേറെ ദുഃഖിക്കേണ്ടി വരും, വിഷമിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു നേതാവും ഒരു മന്ത്രിയും രാജാവല്ല. 1914 ഒക്ടോബർ 31 1914 ഒക്ടോബർ 31 അതായത് ഏകദേശം 86 26 അത്രയും വർഷങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന സ്ഥലത്ത് മന്നത്ത് വീട്ടിൽ പത്മനാഭപിള്ള എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ 10-14 സ്നേഹിതരുമായി ചേർന്ന് ഒരു നിലവിളക്ക് കൊടുത്തി. അദ്ദേഹത്തിൻ്റെ മന്നത്ത് പത്മനാഭപിള്ളയുടെ
അന്ന് പത്മനാഭ പിള്ളയാണ്. പത്മനാഭ പിള്ളയുടെ അമ്മ കൊളുത്തിയ നിലവിളക്കിന് ചുറ്റും നിന്ന് അഗ്നിയിലേക്ക് കൈകൾ നീട്ടി പ്രതിജ്ഞ ചെയ്തു. എന്താണ്? നമ്മൾ നായർ സമുദായത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ കൂട്ടത്തിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അപ്പോൾ ഒരു വർഗീയതയുടെ ചിഹ്നമായിട്ടല്ല നായർ സർവീസ് സൊസൈറ്റി തുടങ്ങിയത്. ആ സംഘടനയ്ക്ക് മന്നത്ത് പേര് നായർ ഭൃത്യജന സംഘം എന്നാണ്. നായർ ഭൃത്യജന സംഘം. ഈ നായർ ഭൃത്യജന സംഘമാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി ആയി മാറിയത്. അപ്പോൾ ഈ നായർ ഭൃത്യജന സംഘം ആയി തുടങ്ങിയ ആ സംഘടന ഇപ്പോൾ എന്തവസ്ഥയിലാണ്? അവിടെ കസേരയിലിരിക്കുന്ന ഉന്നതൻ നായർ സമുദായത്തിലെ ഭൃത്യനായിട്ടാണോ പെരുമാറുന്നത്? അല്ല, രാജാവായിട്ടാണ്. കാരണം നമ്മുടെ സാമൂഹ്യ കക്ഷികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പരാജയം ഇതാണ്. ജനങ്ങൾ നന്ദി ശ്രീകുമാരൻ നമ്പി സാർ. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നിമിഷമാണ്. നമ്മുടെ പറവൂരിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ വരുമ്പോൾ ഒരു വെൽക്കം വീഡിയോ നമ്മളെല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ട്. 1 മിനിറ്റേ ഉള്ളൂ. ആ വെൽക്കം വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ ക്ഷണിക്കുന്നതായിരിക്കും. ശ്രീ മോഹൻലാൽ എഴുതിവെച്ച കഥകൾക്കും കഥാപാത്രങ്ങൾക്കും ജീവൻ കൊടുക്കുക എന്ന സാമാന്യ വിശേഷണങ്ങൾക്കും അപ്പുറം ആത്മാവിൻ്റെ ഊർജം കൂടി നൽകുന്ന ലോകോത്തര നടന വിസ്മയം.
അഭിനയ പാഠങ്ങളുടെ രസങ്ങൾ തന്റെ കണ്ണുകളിലേക്കും വിരലുകളിലേക്കും കടത്തിവിട്ട് ഓരോ മലയാളിയുടെ മനസ്സിലും തന്റെ സ്വതസിദ്ധമായ ചിരിയിലൂടെ നൃത്തം ചെയ്യുന്ന നായകൻ, സഹോദരൻ, കാമുകൻ. മറ്റൊരാളായി മാറുക എന്ന മാന്ത്രിക നിമിഷങ്ങളിലൂടെ കഴിഞ്ഞ 46 വർഷമായി കടന്നുപോകുന്ന ഇദ്ദേഹത്തിന്റെ ചരിഞ്ഞ തോളിൽ നമ്മൾ മലയാളികളുടെ ആരാധനാ സ്നേഹമുണ്ട്. മുന്തിരിവള്ളികൾ തളിർത്തോ എന്ന് നോക്കാനിറങ്ങിയ സോളമനായും, കരുതലിന്റെ മൂർധന്യത്തിൽ കൊലപാതകിയാവുന്ന സത്യനാഥനായും, സംഗീതത്തിന്റെ തീച്ചൂളയിൽ നിന്ന് സ്വയമെരിയുന്ന കല്ലൂർ ഗോപിനാഥനായും, പമ്പരം കറങ്ങുന്ന പോലെയുള്ള ജീവിതത്തിൽ ചിരിമായ്ക്കാതെ നിന്ന ജോജിയായും, നവരസങ്ങളുടെ മുദ്ര നിറച്ച ജീവിതക്കൂട്ടിൽ ജീവിക്കാൻ മറന്ന കുഞ്ഞിക്കുട്ടനായും മാറാൻ ഒരു നിമിഷം പോലും വേണ്ടാത്ത നമ്മുടെ സ്വകാര്യ അഹങ്കാര നക്ഷത്രം പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാലിന് പറവൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ ശ്രീകുമാരൻ തമ്പി സാർ, കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയും എൻ്റെ മനസ്സിൽ ഒരു ചങ്ങാതിയുടെ സ്നേഹത്തോടെ ഇടം പിടിച്ച ആളുമായ പ്രിയപ്പെട്ട ശ്രീ VD സതീശൻ സാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന മറ്റ് മഹത് വ്യക്തികളെ, പറവൂരിലെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. ഇരട്ടി മധുരമുള്ള ഒരു ആഘോഷ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. ഒരു ദേശത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഒരു നാടിൻ്റെ തന്നെ മുഖ്യനായി മാറിയ അനർഘ നിമിഷം. ഈ നിമിഷത്തെ അഭിസംബോധന ചെയ്ത് എന്ത് പറയണം എന്ന് എനിക്കൊരു കൃത്യമായ ഒരു രൂപമില്ല. എന്നാലും ഞാൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ അടക്കമുള്ള മലയാളികളുടെ പ്രതീക്ഷകളുടെ ഭാരം എത്രയുണ്ട് എന്ന് പ്രിയപ്പെട്ട സതീശൻ സാറിനിപ്പോൾ അറിയുന്നുണ്ടാവാം. അത്രമാത്രം പ്രതീക്ഷകളോടെയാണ് കേരളം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത്. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പറവൂരിന് മാത്രമല്ല, കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ദേശത്തിൻ്റെ ഭാഗ്യവനായ മുഖ്യമന്ത്രിയാണിപ്പോൾ ശ്രീ VD സതീശൻ സാർ. മഴയും പുഴകളും മലയും കാടും കടലും ഒരുപോലെ അനുഗ്രഹിച്ച ഒരിടം. കൃഷിയും വാണിജ്യവും കലയും സംസ്കാരവും പരസ്പരം ലയിച്ച നാട്. തൊഴിലിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴെല്ലാം ഈ നാടിനെയും അതിൻ്റെ അമൂല്യമായ സമ്പത്തിനെയും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകളെ ഫലപ്രദമായ വിധത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ചരിത്രം, സംസ്കാരം, കല, പ്രാദേശിക ഭംഗികൾ, കാലാവസ്ഥ, വാണിജ്യ വിഭവങ്ങൾ തുടങ്ങി ലോകത്തിന് പ്രിയപ്പെട്ട എത്ര കാര്യങ്ങൾ. കുരുമുളക് കൊണ്ടുപോയ വൈദേശിക ശക്തികളോട് ഞങ്ങളുടെ തിരുവാതിര ഞാറ്റുവേല നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് രാജാവിനെ ഓർമ്മ വരുന്നു. അത്രമേൽ അനുഗ്രഹീതരാണ് നമ്മൾ. കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിക്ക് മുന്നിൽ ഒരേ സമയം വെല്ലുവിളിയും സാധ്യതകളുമാണ്. സാമാന്യത്തിലധികം വായനയും ചിന്തയുമുള്ള സതീശൻ സാറിന് ഇക്കാര്യങ്ങളെല്ലാം എന്നെക്കാൾ നന്നായിട്ടറിയാം എന്നെനിക്ക് ഉറപ്പുണ്ട്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ VD സതീശൻ സാർ നെഹ്റുവിനെ പോലെ വലിയൊരു ഡ്രീമറാവാതെ തരമില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.
അത്തരം ഒരു നാടിനെ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരളം നേരിടുന്ന പല വെല്ലുവിളികളെ കുറിച്ച് മുമ്പ് ഞാൻ എൻ്റെ ബ്ലോഗുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് തന്നെയുള്ള സംസാരങ്ങളായിരുന്നു ആ എഴുത്തുകൾ. ശുചിത്വം, പൗരബോധം, റോഡ് സംസ്കാരം, നിശബ്ദരായ മനുഷ്യരുടെ സഹനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പരിസര ശുചിത്വത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. മഴയും മഞ്ഞും വെയിലും മാറി മാറി വരുമ്പോൾ എത്ര രോഗങ്ങളാണ് കേരളത്തിൽ താവളമടിക്കാറുള്ളത്. ഇതിന് പലതിനും കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്നതാണ് സത്യം. ഒരു യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ മനുഷ്യർ കേരളത്തിലെ റോഡുകളിൽ ഒരു വർഷം മരിക്കുന്നു എന്ന് ഞാൻ ഞെട്ടലോടെ ഒരിടത്ത് വായിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. മരിച്ചവരെക്കാൾ അധികമാണ് ഗുരുതരമായ പരിക്കേറ്റ് വീടുകളിലേക്ക് ഒതുങ്ങി ജീവിതം തകർന്ന് കഴിയുന്നവർ. ഈ രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എൻ്റെ ആകുലതകളായി വയ്ക്കുകയാണ്. ആളെ കൊല്ലുന്ന റോഡുകളിൽ നിന്നും നാടിനെ നശിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു ചുവടുവയ്പ്പായിരിക്കും. മറ്റൊന്ന് മയക്കുമരുന്നാണ്. നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് എൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. ഉരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. അതിനുള്ള കരുത്ത് ഈ ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമായും സൗഹൃദം നിലനിർത്തുന്ന ആളാണ് ഞാൻ. കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രബോധമാണ് എന്നെ എപ്പോഴും നയിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എല്ലാ ജനങ്ങളുടേതുമാണ്. സർക്കാരിനും മുഖ്യമന്ത്രിക്കും മാത്രമായി ഇവിടെ വിപ്ലവങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നും എനിക്കറിയാം. അവകാശങ്ങൾക്കൊപ്പം വരുന്ന നിഴലാണ് കടമകൾ. ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എന്നത്തെയും പോലെ സതീശൻ സാറിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് കരങ്ങൾ പ്രിയപ്പെട്ട സതീശൻ സാറിനോടൊപ്പമുണ്ട്. എന്തിനും തയ്യാറായി ഞങ്ങൾ കേരളീയർ താങ്കൾക്കൊപ്പമുണ്ട്. ധീരമായി ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുക. നമുക്കൊന്നായി ഈ കേരളത്തെ മാറ്റിയെടുക്കാം. അതിൻ്റെ പരാധീനതകളെ മറികടക്കാം. പറവൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമാക്കാർക്ക് പറവൂർ ഭരതൻ ചേട്ടനാണ്. കേരളത്തിൻ്റെ ചരിത്രമെന്ന് ചിന്തിക്കുന്ന ദേശമാണിത്. ഇവിടെ വന്ന് ഇത്രയും മഹനീയമായ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇതിനെന്നെ ക്ഷണിച്ച സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ശ്രീ വി ഡി സതീശൻ സാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ എന്തുകൊണ്ട് എൻ്റെ മനസ്സ് ആധുനിക സിംഗപ്പൂരിൻ്റെ സൃഷ്ടാവ് ലീ ക്വാൻ യുവിൻ്റെ ജീവിതം തെളിഞ്ഞു. ഞാൻ നിരന്തരം യാത്ര പോകുന്ന ഒരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് സിംഗപ്പൂർ. എനിക്കവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് 11 വർഷമായി. ഇപ്പോഴും അവിടുത്തെ സൗഹൃദ സദസ്സുകൾ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ ഓർക്കാതെ പിരിയാറില്ല. ചിലർ അദ്ദേഹത്തെ ഓർത്ത് കരയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭരണാധികാരി ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകുന്നത് സിംഗപ്പൂരിൽ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും കാണുന്നു. അറിവ്, ലോക അനുഭവങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്വാംശീകരിക്കാനുള്ള കഴിവ്, നാടിനോടും മനുഷ്യരോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹവും സത്യസന്ധതയും കഠിനാധ്വാനവും സമർപ്പണവും ഇവയെല്ലാം ലീ ക്വാൻ യുവിൽ ഒത്തുചേർന്നിരുന്നു. യാഥാർത്ഥ്യവും സ്വപ്നങ്ങളും നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. തീർച്ചയായും ബഹുമാനപ്പെട്ട സതീശൻ സാർ അവ വായിച്ചിട്ടുണ്ടാവും. ഒരാൾക്ക് മറ്റൊരാളാവാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. എപ്പോഴും ജാഗ്രതയോടെ ലോകത്തെയും ജീവിതത്തെയും വീക്ഷിക്കുകയും ഒരു വിദ്യാർത്ഥിയെ പോലെ നിരന്തരം പഠിക്കുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ലീ ക്വാൻ യുവിനെ പോലെ സ്വപ്നം കാണാനും കഠിനാധ്വാനത്തിലൂടെ പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാനും സാധിക്കട്ടെ. അതിനെല്ലാ പിന്തുണയുമായി സാധാരണക്കാരായ ഞങ്ങളുണ്ട്, ഞാനുണ്ട്, നമ്മളുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല സായനം നേരുന്നു. വി സതീശൻ സാറിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസ ചൊരിയുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്. നന്ദി ലാലേട്ട. ലാലേട്ടനുള്ള ഉപഹാരങ്ങളാണ് ചുവർ ചിത്ര കലാകാരൻ ഡോക്ടർ സാജു തിരുത്തിൽ വരച്ചൊരു ചിത്രം.
പൗരാവലിയുടെ പുരസ്കാരം ശ്രീ മോഹൻലാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർക്ക് കൊടുക്കും. അടുത്തത് യൂട്യൂബറും കലാകാരനുമായ നന്ദൂസ് ഫാമിലി തയ്യാറാക്കിയ ഒരു ഉപഹാരം മുനിസിപ്പൽ ചെയർമാൻ രമേഷ് ടി കുറുപ്പും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MS റിജിയും ചേർന്ന് ലാലേട്ടന് നൽകുന്നു. ലാലേട്ടന്റെ ഒരു ഛായാചിത്രം രോഹിണിയും അനഘയും ചേർന്ന് നൽകുന്നു. ചുവർ ചിത്രകലാകാരൻ ഡോക്ടർ സാജു തിരുത്തലിന്റെ ഒരു ചിത്രം സംഘാടക സമിതി ചെയർമാൻ KP ധനപാലനും മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ രമേഷ് ടി കുറുപ്പും ചേർന്ന് നൽകുന്നു. ശ്രീ ശ്രീകുമാരൻ തമ്പി സാറിനുള്ള ഉപഹാരം ചുമർ ചിത്രകലാകാരൻ ഡോക്ടർ സാജു തിരുത്തൽ വരച്ച മറ്റൊരു ചിത്രം സാറിന് കൊടുക്കുന്നത് ശ്രീ രമേഷ് ടി കുറുപ്പ്. കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ശ്രീ ഫാദർ അംബ്രോസിനെ ഉപഹാരത്തിനായി നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനും ഏറ്റവും പ്രത്യേകിച്ച് പറവൂരിൻ്റെയും എറണാകുളം ജില്ലയുടെയും കേരളത്തിൻ്റെയും അഭിമാനമായ മെയ് മാസത്തിലെ വിസ്മയങ്ങളുടെ വിസ്ഫോടനമായ ഞങ്ങളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി VD സതീശൻ അവർ ഏറ്റവും പ്രിയങ്കരനായി ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഉദ്ഘാടകൻ ശ്രീ ശ്രീകുമാരൻ തമ്പി അവർ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പത്മശ്രീ ഭരത് മോഹൻലാൽ അവർ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ KP ധനപാലൻ അവർ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ ഇത്രയധികം വലിയ വ്യക്തികളിൽ നിന്നും എനിക്കിവിടെ രണ്ട് വാക്ക് പറയാൻ അവസരം കിട്ടിയത് എനിക്ക് തോന്നിയത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയോട് ചേർന്ന് ഒരു പാവപ്പെട്ടവരുടെ ശബ്ദം തിരിച്ചറിയുന്ന വ്യക്തികളാണ് എന്ന ഒരു ബോധ്യമാണ് എനിക്ക് നൽകുന്നത്. എന്നെ സംബന്ധിച്ച് കോട്ടപ്പുറം രൂപത എന്ന് പറഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ഈ 3 ജില്ലകളിലും ഒരുപാട് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മതഭേദം എന്നിവയുള്ള എല്ലാ മക്കളുടെയും ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ 4-ാം തീയതി നമ്മെ സംബന്ധിച്ച് ഒരു വലിയ ആവേശത്തിന്റെ ദിവസമായിരുന്നു. എന്നാൽ 14-ാം തീയതി നമ്മെ സംബന്ധിച്ച് ഒരു ആത്മീയതയുടെ ദിവസമായി. എന്നാൽ 24-ാം തീയതി ഇന്ന് ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. ഈ ആഘോഷത്തിന്റെ നിമിഷത്തിൽ നമ്മുടെ പ്രിയങ്കരനായ പത്മശ്രീ ഭരത് മോഹൻലാൽ അവർ വളരെ വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ നൽകി. കാഴ്ചപ്പാടുകളുടെയോ അല്ലെങ്കിൽ ദർശനങ്ങളുടെയോ വലിയ ചുമടുകളൊന്നും വഹിക്കാനായിട്ട് ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാൾ റാണർ എന്ന തിയോളജിയൻ പറഞ്ഞിരിക്കുന്ന ഒറ്റ ഒരു വാക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അത് ഇപ്രകാരമാണ്: എ പൊളിറ്റീഷ്യൻ മസ്റ്റ് ബി എ മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, രഹസ്യങ്ങൾ, ദർശനങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവനായിരിക്കണമെന്ന്. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി VD സതീശൻ അവർ അതിന് ഏറ്റവും ശ്രേഷ്ഠനായ ശക്തനായ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ
നാടിനെ, നമ്മുടെ കേരളത്തെ അത്യുന്നത ശ്രേണിയിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന എല്ലാ മക്കളുടെയും, അതുപോലെ ഏറെ പ്രത്യേകിച്ച് ഏറ്റവും പാവപ്പെട്ടവരുടെ കൂടി സ്നേഹവും ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു. നന്ദി. ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ സലീമേട്ടനെ ക്ഷണിച്ചോളും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, ശ്രീകുമാരൻ തമ്പി സാർ, ലാലേട്ടൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ ത്രില്ലർ സിനിമയുടെ ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവിയിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. ഞാനിപ്പോ ആലോചിക്കുന്നത്, ഇത് നേരെ ഓപ്പോസിറ്റ് ആയെന്ന് കരുതുക. നേരെ ഓപ്പോസിറ്റ്. 102 സീറ്റില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ സീറ്റുകൾ വന്നാൽ സതീഷ് ചേട്ടൻ്റെ അവസ്ഥ എന്തായിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ട് എന്റെ ഭാവി പോലും കണക്കാക്കാതെ അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ, അതിന് അഭിനന്ദിക്കാതെ വയ്യ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് കിട്ടും 100 സീറ്റ് കിട്ടുമെന്ന് എല്ലാ പ്രധാന സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വി ഡി സതീശൻ എന്ന നേതാവിന്റെ ഒരു ചങ്കൂറ്റമുണ്ടായിരുന്നു. മനോരമയിൽ പത്രത്തിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വി ഡി സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരിചയമുള്ളതിന്റെ പേരിൽ ഒരു ഓർമ്മ ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ മറ്റന്നാളാണ് വന്നെങ്കിൽ ഇന്നാണ് അവർ വിളിക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം, ഞാൻ ഇന്ന് തന്നെ എഴുതിത്തരാന്ന് പറഞ്ഞു. അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വേണ്ട, നാളെ മതി. ഞാൻ പറഞ്ഞു നാളെ പറ്റൂല, ഹോസ്പിറ്റലിൽ പോകണം എനിക്ക്. അങ്ങനെ അന്ന് തന്നെ എഴുതി ഞാനത് അയച്ചു കൊടുത്തു, മനോരമയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു, പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ഞാനത് പറ്റും, ഇതെന്റെ ചങ്കിൽ നിന്നെടുത്ത വാചകങ്ങളാണ്, അതൊരിക്കലും നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് നശിപ്പിക്കേണ്ടി വരില്ല. 2 ദിവസം കഴിഞ്ഞ് അപ്പൊ അവര് എന്തായാലും വന്നാലും വന്നില്ലെങ്കിൽ ആ ക്യാപ്ഷൻ നന്നായിട്ടുണ്ട്, വനവാസക്കാരന്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി ഡി സതീശൻ. വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയാറ്. നല്ല തുടക്കം പകുതി ചെയ്തതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ നല്ല തുടക്കമായിരുന്നു. അതിമനോഹരമായിട്ട് ഇനിയുള്ള വർഷങ്ങൾ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുഞ്ചിരി, അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഈ പുഞ്ചിരി, പാൽപുഞ്ചിരി എന്ന് പറയാം, അത് മായാതെ തുടർച്ചയായി സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി സലിമേട്ട. ആശംസകൾ പറയുന്നതിനായി മുൻ മന്ത്രി എസ് ശർമ്മയെ ക്ഷണിച്ചോളൂ.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷകർത്താക്കളെ, ഉള്ളടക്കം കൊണ്ടും വീക്ഷണം കൊണ്ടും ശ്രേഷ്ഠവും സമ്പന്നവുമായ ഈ മഹനീയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി, സിനിമാ കലയുടെ നിത്യസൗന്ദര്യമായ പ്രിയപ്പെട്ട ഭരത് മോഹൻലാൽ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ പറവൂരിൻ്റെ പ്രതീതിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ അഡ്വക്കേറ്റ് വി ഡി സതീശൻ, സംഘാടകരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഞാൻ പ്രസംഗത്തിന് മുതിരുന്നില്ല. കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ മുൻഗാമിയാണ് തിരുക്കൊച്ചി സംസ്ഥാനം. ആദ്യം തിരുവിതാംകൂറും കൊച്ചിയും മലബാറും. തിരുക്കൊച്ചി സംസ്ഥാനത്ത് നിന്ന് ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. അത് പറവൂരിൽ നിന്നാണ്. പറവൂർ ടി.കെ. നാരായണപിള്ള ഈ പറവൂർക്കാരനായിരുന്നു. അദ്ദേഹത്തിന് 2 വശങ്ങളുണ്ടായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മാതൃകയോടെ നയിച്ച ഒരു വശം, മറ്റൊരു വശം മർദ്ദനം കടുത്ത രീതിയിൽ കെട്ടഴിച്ചുവിട്ട മർദ്ദക വീരൻ എന്ന പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 2 വശങ്ങളിൽ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത പൈതൃകം പറവൂരിലുണ്ട്. ആ പറവൂരിൻ്റെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്തിന് നന്മ ചെയ്യാൻ അഡ്വക്കേറ്റ് സതീശന് കഴിയുമെന്ന പ്രത്യാശയോടുകൂടി സതീശൻ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലും ചുമതല നിർവഹണത്തിലുമെല്ലാം ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഏറ്റവും വിലപ്പെട്ട വ്യക്തിത്വമായി വളർന്നു കഴിഞ്ഞ അഡ്വക്കേറ്റ് വി ഡി സതീശനെ ഈ പറവൂർ പൗരാവലിക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ഹ്രസ്വവാക്കുകൾ സംഭരിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി BJPയുടെ ശ്രീ സിന്ധു നാരായണൻകുട്ടിയെ ക്ഷണിച്ചു. ആദരണീയ അധ്യക്ഷൻ ശ്രീ ധനപാലൻ ചേട്ടൻ, ഉദ്ഘാടകൻ ശ്രീ ശ്രീകുമാരൻ തമ്പി സാർ, നമുക്കിന്ന് നമ്മുടെ പറവൂരിൻ്റെ മുഖ്യമന്ത്രിക്ക് ആദരവ് നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലാലേട്ടൻ, മറ്റു വേദിയിലും സദസ്സിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, എന്നോട് സതീശൻ സാറും അതുപോലെ തന്നെ രമേശ് ചേട്ടനും 2 വാക്ക് പറയാവൂ എന്ന് പറഞ്ഞു. കാരണം നല്ല മഴ വരുന്നു. നമ്മൾ 1 മണി തുടങ്ങി ഇവിടെ ആളുകൾ അക്ഷമയോടുകൂടി കാത്തു നിന്നാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി. തീർച്ചയായിട്ടും പറവൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ധന്യമുഹൂർത്തം. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് കേരളത്തിൻ്റെ തന്നെ നല്ലൊരു മുഖ്യമന്ത്രിയായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ പിന്തുണയും, പാർട്ടിയുടെ പേരിലുള്ള എല്ലാ പിന്തുണയും പറവൂരിൽ നിന്ന് എൻ്റെ പേരിൽ, പറവൂർ മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ പേരിലുള്ള എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. നന്ദി സിന്ധു നാരായണൻകുട്ടി. അടുത്ത നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നിമിഷമാണ്, പറവൂരിൻ്റെ പൗരാവലിയാകെ കാത്തിരിക്കുന്ന നിമിഷം. നമ്മൾ ലാലേട്ടൻ ഒരു വീഡിയോ കൊടുത്തപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട ഒരു കുഞ്ഞു വീഡിയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, ഒരു മാറ്റത്തിനായി കേരളം കാത്തിരുന്ന നേരം, വേറിട്ട ശബ്ദത്തിനും വേഗതയേറിയ ചലനങ്ങൾക്കും സുതാര്യമായ പ്രവൃത്തികൾക്കുമായി കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന സമയം. ഓരോ കാലവും അതർഹിക്കുന്ന നേതാക്കന്മാർ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ്